അപ്പോൾ ലൂക്കാനയുടെ ടൊർണേഡോ എന്ന് പറയുന്ന ബൈക്ക് ആക്സിഡൻറ്റിൽ വന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറാഡയൊക്കെ ഷിമാനോ കുറാഡയൊക്കെ പോയിട്ടിരിക്കും. അതുപോലെ ലുക്കാണ് സാധനം. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ലൈറ്റ് വെയിറ്റ് റീലും. അതായത് നമ്മൾ ലൂർ കാസ്റ്റിങ്ങിനാണ് നല്ല ശതമാനവും ബൈക്ക് കാസ്റ്റ് റീലുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് എറിയുമ്പോൾ നമ്മുടെ കൈക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ലൈറ്റ് വെയിറ്റ് റീലുകളാണ് എപ്പോഴും എല്ലാവരും നോക്കുന്നത്. അതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ മാരക ലുക്കാണ്. പിന്നെ അതിൻ്റെ കളറൊക്കെ വരുമ്പം സംഭവം എന്തുകൊണ്ടും ഓക്കെയാണ്. അതുപോലെ നമുക്കിതിൻ്റെ ഗിയർ റേഷ്യോ അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 7+1 ആണ് ബോൾ ബെയറിംഗ് വരുന്നത്. അലുമിനിയം സ്പൂളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീല്. അതായത് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് കടലിലും ഉപയോഗിക്കാം. പ്രോപ്പർ ആയിട്ട് കടലിൽ നിന്നല്ല, ഉപ്പുവെള്ളമായിട്ട് കണക്റ്റ് ആയി കിടക്കുന്ന ഈ ആറുകളുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തുരുമ്പടിക്കത്തില്ല. അലുമിനിയം സ്പൂളായിരുന്നു വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് 7+1 ഗിയർ റേഷ്യോ ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഡ്രാഗ് എന്ന് പറയുന്നത് 6 കിലോ, 6 കിലോ ആണ് മാക്സിമം ഡ്രാഗ് വരുന്നത്. 7+1 ബോൾ ബെയറിങ് 155 ഗ്രാം മാത്രമേ അതിൻ്റെ വെയിറ്റ് വരുന്നു. അത് നമ്മൾ കയ്യിലെടുത്താലൊന്നും അറിയാനില്ല. മാരക ലുക്കാണ്. ഇതിപ്പം നമ്മുടെ പത്തനംതിട്ട തിരുവല്ല ടാക്കൽ ലാൻഡിലാണ് സാധനം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്.